Mark your and take your textbook, page number 112. Okay. Vertical subtraction. Okay, vertical subtraction. You can write subtraction sums left, right, or up and down. Okay. In our previous class, we were discussed about subtracting 0, subtracting 1, and subtracting a number itself and subtracting the number before. 4 types of subtractions. And today we are going to learn vertical subtraction. Okay. And how to cross out and subtract. Okay, cross out and subtract we already learned. അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇത് അല്ലേ മുൻപ് നമ്മൾ എന്താണ് ക്രോസ് ഔട്ട് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ് write down and write in vertical and subtract the numbers. Okay, vertical subtraction ആണ്. What is vertical subtraction? Listen, നോക്കാം നമുക്ക് അല്ലേ എന്താണ് എന്നുള്ളത്. So, first sentence, listen here. You can write subtraction sums left, right, or up and down. Okay, you can write subtraction sums in up and down or left and right. ഈ രണ്ട് രീതികളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്ട്രാക്ഷൻ സംസ് എഴുതാം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് സബ്ട്രാക്ഷൻ സം? നമ്മൾ ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഇൻ 2 ways, left and right method. Left and right, that means like this, 3 minus 1, left and right. These numbers are left and right. Okay, 3 and 1. So you can write subtraction sums 3 minus 1 like this. Okay, left, one number is left and the next number is right. Left and right method. And then you can also write the subtraction sums like this, up and down. Okay, 3 minus 1. Okay, like this. Listen. 3 minus 1. Okay, you can write like this. ഇങ്ങനെയും എഴുതാം അല്ലേ 3 minus 1 up and down ആയിട്ട് എഴുതാം അല്ലേ. ഇങ്ങനെ നമുക്ക് ആൻസേഴ്സ് ഫൗണ്ട് ചെയ്യാം. എന്നിട്ട് എവിടെ ആൻസർ എഴുതാം? ഇതിന്റെ ഏറ്റവും താഴെ അല്ലേ, ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ആൻസർ ഇതിന്റെ താഴെ എഴുതാം. 3 minus 1 is equal to എന്താണ് 2. ഇങ്ങനെ ആൻസർ ഫൗണ്ട് ചെയ്യാം. ഓക്കെ, then ഇങ്ങനെയും എഴുതാം 3 minus 1 is equal to 2. This is left and right method. Okay, you can write like this and you can also write like this. Second one, up and down, left and right. എങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലേ, up and down എഴുതാം, then left and right എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതിയാലും 3 minus 1 is equal to 2 ഈ മുകളിൽ കാണുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മെത്തേഡിൽ എഴുതിയാലും അപ്പ് ആൻഡ് ഡൗൺ മെത്തേഡിൽ എഴുതിയാലും both are same. Okay, രണ്ടും ഒരുപോലെയാണ് അല്ലേ. ഇങ്ങനെ എഴുതാം ശരിയാണ്, നേരെ ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെയും എഴുതാം, അതും എന്താണ് ശരിയാണ് അല്ലേ. സോ നോക്കാം, ഹിയർ ഈസ് സം subtractions. Cross out and subtract. Cross out ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാനാണ് in vertical method. ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്താണ്, വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്ന രീതിയാണ് അല്ലെ. ഇങ്ങനെ നേരെ, അതായത് നേരെ ലംബമായിട്ട്, അതായത് ഇങ്ങനെ നീളത്തിൽ എഴുതുന്ന മെത്തേഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. Cross out and subtract. So listen, the same number, ഈ സെയിം നമ്പർ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലേ. 3 then നമുക്ക് വീണ്ടും എഴുതണ്ട, നമുക്ക് ഈ നമ്പറിൽ തന്നെ ചെയ്യാം. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. സോ ലിസൺ,
3 minus 1. 3 minus 2 ആക്കാം നമുക്ക്. 3 minus 2. First one. അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് വൺ നോക്കാം. 3 minus 2 എന്നുള്ള ഒരു പ്രോബ്ലം അവിടെ ഉണ്ട് അല്ലേ? കാണുന്നുണ്ടോ? 3 minus 2 ഫസ്റ്റ്. Then here is 3 pictures. അവിടെ 3 റോസ് ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് കൂടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ എന്തെങ്കിലും 3 പിക്ചേഴ്സ് ഇവിടെ 1 2 3 3 സ്റ്റാർസ്. Okay, then we want to subtract 2 from this 3. Okay, ഈ 3യിൽ നിന്ന് നമുക്ക് എത്ര സബ്ട്രാക്ട് ചെയ്യണം? എത്രയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 3 minus 2. സംശയമായിട്ട് ശ്രദ്ധിക്കണേ മോളെ. 3 minus 2 ആണല്ലേ? So we want to cross out 2. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? രണ്ടെണ്ണം ക്രോസ് ഔട്ട് ചെയ്യണം അല്ലേ? 1 2 അല്ലേ? രണ്ടെണ്ണം നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു. 3 minus 2 is equal to എത്രയാണ് ആൻസർ? എത്രയാണ് ക്രിസ്റ്റോ? ഇവിടെ വന്നു പറ. 3 minus 1. Okay, the answer is 1. എവിടെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്? എവിടെയാണ് എഴുതേണ്ടത്? താഴെ ഇവിടെയാണ് എഴുതേണ്ടത് അല്ലേ? ഇവിടെയാണ് നമ്മൾ 1 എന്ന് എഴുതേണ്ടത്. ഓക്കെ, 1 എന്നുള്ള ആൻസർ നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം അല്ലേ? 1. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടെ ചെയ്യേണ്ടത്. മനസ്സിലായോ? എങ്ങനെയാണ് വേർട്ടിക്കൽ രീതിയിൽ എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്യുക? ഒന്നുമില്ല, ക്രോസ് ഔട്ട് ചെയ്യുക, വേർട്ടിക്കൽ എഴുതുക. മീൻസ് 3 minus 2 ഇങ്ങനെ എഴുതുക അല്ലെ താഴെ. എന്നിട്ട് എന്ത് ചെയ്യാം? നേരെ അതിന്റെ കൗണ്ട് ചെയ്യാനുള്ള മീൻസ് പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ക്രോസ് ഔട്ട് ചെയ്തിട്ട് എഴുതുക. മനസ്സിലായല്ലോ? ഇതുപോലെ ഇവിടെയുള്ള പ്രോബ്ലം മീൻസ് 4 minus 2 തന്നിട്ടുണ്ട് അല്ലേ? 4 minus 2. ലിസൺ, നമുക്കൊന്നും കൂടെ ചെയ്തു നോക്കാം. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്നിട്ട് നോട്ട്ബുക്കിൽ വേർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഇതേ പ്രോബ്ലം ഈ വേർട്ടിക്കൽ രീതിയിൽ എഴുതുക. പിക്ചേഴ്സും ഇതേപോലെ വേർട്ടിക്കൽ ആയിട്ട് പിക്ചേഴ്സും കൊടുക്കുക. ക്രോസ് ഔട്ട് ചെയ്യുക. പിക്ചേഴ്സ് എന്തെങ്കിലും പിക്ചേഴ്സ് മീൻസ് ഇവിടെയുള്ള റോസോ ബട്ടർഫ്ലൈയോ തന്നെ വേണമെന്നൊന്നുമില്ല. സെയിം പിക്ചേഴ്സ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഒരു റൗണ്ട് വരച്ചിട്ട് ബോൾ പോലെയോ അങ്ങനെ എന്തെങ്കിലും പിക്ചേഴ്സ്. എന്തിനാണ്? ജസ്റ്റ് നിങ്ങൾക്ക് ക്രോസ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് പിക്ചേഴ്സും കൂടെ കൊടുക്കുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യാം? ക്രോസ് ഔട്ട് ചെയ്യുക, ആൻസർ എഴുതുക. ഈ പ്രോബ്ലം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ പ്രോബ്ലം. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് ആണ്. നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. വേർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്ന് കൊടുക്കുക. നോട്ട്ബുക്കിലേക്ക് അത് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇന്ന് തന്നെ മിസ്സിന് സെൻഡ് ചെയ്ത് തരുകയും വേണം. നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു പ്രോബ്ലം കൂടെ നോക്കാം അല്ലേ? 4 ലിസൺ 4 minus 4 minus എത്രയാണ്? 2. 4 minus 2. നമ്മൾ ആൻസർ എവിടെ എഴുതണം? ആൻസർ നമ്മൾ ഇതിന്റെ താഴെയാണ് ഫൗണ്ട് ചെയ്തിട്ട് എഴുതേണ്ടത് അല്ലേ? ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ആദ്യം ഇങ്ങനെ ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ ആൻസർ എഴുതാം. ലൈൻ തന്നെ കൊടുക്കണം കേട്ടോ. ലൈൻ തന്നെ കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സോറി
ഇതുപോലെ ഒരു ലൈൻ തന്നെ കൊടുക്കാം. മിസ് കൊടുത്തിട്ടുള്ള പോലെ ഡോട്ട് ഒന്നും കൊടുക്കരുത്. ലൈൻ കൊടുക്കാം കേട്ടോ. ലൈൻ കൊടുത്തിട്ട് ആൻസർ എഴുതുക. 4 - 2. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം അല്ലേ? സ്റ്റാർസ് തന്നെ കൊടുത്തിട്ട് കൗണ്ട് ചെയ്യുക. എത്രയാണ്? 4 ആണ് വേണ്ടത്. 1 2 3 4. സോ ക്രോസ് ഔട്ട് ചെയ്യുക അല്ലേ? ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ഔട്ട് ചെയ്യുക. എത്രയാണ് ക്രോസ് ഔട്ട് ചെയ്യേണ്ടത്? 2 അല്ലേ? 4 - 2 ആണ് അല്ലേ? 1 2. And how many is remaining? Remaining is 2. That means 4 - 2 is equal to എത്രയാണ്? 4 - 2 is equal to 2. Okay, the answer is 2 ആണ് അല്ലേ? 2 ആണ് വരിക. സോ ഇതുപോലെ എന്ത് ചെയ്യാ? ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിലും ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാ? നോട്ട്ബുക്കിലും കൂടെ എഴുതി വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്ന ഹെഡ്ലൈൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിനെ ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട് എന്ന ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യുക? മുഴുവൻ നോട്ട്ബുക്കിൽ ചെയ്യാം. ഇതിൽ ആദ്യം വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? സംസ് എഴുതാം എന്ന് പറഞ്ഞു അല്ലെ? ലൈക്ക് ദിസ്. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് 3 - 1 is equal to 2. മിസ് ആദ്യം എഴുതിയ പോലെ ലെഫ്റ്റ് ഒരു നമ്പർ, റൈറ്റ് ഒന്ന് ആൻസർ. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സംസ് എഴുതാം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ക്രോസ് ഔട്ട് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ക്രോസ് ഔട്ട് ചെയ്യുക അല്ലെ? 1 2 3 അല്ലെ? ഇങ്ങനെ ക്രോസ് ഔട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ 1 2 അല്ലെ? ഇങ്ങനെ ക്രോസ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ആൻസർ എന്ത് ചെയ്യാം? എഴുതാം. സോറി, 1 ആണ് അല്ലെ ക്രോസ് ഔട്ട് ചെയ്യേണ്ടത്? 1 മാത്രമാണ് അവിടെ ക്രോസ് ഔട്ട് ചെയ്യേണ്ടത്. മിസ് 2 ആണ് ചെയ്തിരിക്കുന്നത്. 1 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം. ഇങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് സംസ് എഴുതുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് ക്രോസ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ വേർട്ടിക്കൽ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ അതിന്റെ എന്ത് ചെയ്യാ? ഈ പിക്ചേഴ്സും വേർട്ടിക്കൽ ആയിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ക്രോസ് ഔട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ് ഇത്. ചെറിയൊരു പ്രോബ്ലം അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം ഓർമ്മയുണ്ടോ? മിസ് വന്നിട്ട് ക്ലാസ് തുടങ്ങിയ ആ സമയത്ത് നമ്മൾ ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട് ചെയ്തതല്ലേ? ജസ്റ്റ് അതിനെ വേർട്ടിക്കൽ എന്നിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. വേർട്ടിക്കൽ രീതിയിൽ കൊടുത്തു. ആദ്യം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ഔട്ട് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം ഇതെന്താണ്. നെക്സ്റ്റ് പേജ് നോക്കാം. ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് ടു സബ്ട്രാക്ട്. വേർട്ടിക്കലിൽ തന്നെ എഴുതി എന്ത് ചെയ്യാം? ലൈൻ വരച്ചിട്ട് അല്ലെ? ലൈൻ കൊടുത്തിട്ട് ഏത് നമ്പേഴ്സിനെ ആണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് എന്ത് ചെയ്യാ? ലൈൻസ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് ആണ് മിസ് പറയുന്നത്. 130. അപ്പൊ ഈ വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്നുള്ളത് ഇത്രയും എന്ത് ചെയ്യാം? ദെൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി. ദെൻ ഇത് മുഴുവൻ നോട്ട്ബുക്കിൽ ചെയ്യണ്ട, പകുതി ചെയ്തിട്ട് ബാക്കി ലൈൻസ് വരച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഏതൊക്കെ പ്രോബ്ലം നോട്ട്ബുക്കിലേക്ക് ചെയ്യണമെന്ന് മിസ് പറയാം. ഈ 112ലെ 3 - 2 മുതൽ 6 - 4 വരെയുള്ള 6 പ്രോബ്ലംസ്. ഓക്കെ, 6 പ്രോബ്ലം നിങ്ങൾ കണ്ടോ? ആദ്യത്തെ 1 2 3 4 5 6. 3 - 2 to 6 - 4 വരെയുള്ള പ്രോബ്ലം കണ്ടോ? അത്രയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത്രയും എവിടെ ചെയ്താൽ മതി? നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ആ 3 - 2 to 6 - 4 വരെ എഴുതി, വെർട്ടിക്കൽ ആയിട്ട് എഴുതി, പിക്ചേഴ്സ് വരച്ച് ക്രോസ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലം നോട്ട്ബുക്കിൽ ചെയ്യുക. അത്രയേ വേണ്ടൂ, മുഴുവൻ ചെയ്യണ്ട. ദെൻ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൗ ടു ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് ടു സബ്ട്രാക്ട് എന്ന് നെക്സ്റ്റ് സബ് ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ,
നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായില്ലെങ്കിൽ മിസ് ഒന്ന് പറഞ്ഞു തരാം. ചിലപ്പോൾ മിസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന്. നോട്ട്ബുക്കിൽ ചെയ്യേണ്ട കാര്യമാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യാ, ഇവിടെ വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്ന് കൊടുക്കുക. വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ. ആരാണിതാ? വേദ്യ. സബ്ട്രാക്ഷൻ, TRACTION, സബ്ട്രാക്ഷൻ എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, അതിന്റെ ഒരു സബ് ടൈറ്റിൽ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒരു സൈഡില് A എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട്. ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട്. അതിന്റെ സിമ്പലും കൂടെ അവിടെ കൊടുക്കുക കേട്ടോ. ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട്. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. 3 എന്ത് ചെയ്യാം, മൈനസ് 3 മൈനസ് 2 3 മൈനസ് 2 എന്ന് ചെയ്തിട്ട് ഇവിടെ 3 പിക്ചേഴ്സും കൊടുക്കാം. ഓക്കെ, ഇതുപോലെ പിക്ചേഴ്സ് കൊടുക്കുക. അതിന് എന്നിട്ട് എന്ത് ചെയ്യാ, ക്രോസ് ഔട്ട് ചെയ്യാം. 1 2 ക്രോസ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ അതിന്റെ ആൻസറും എഴുതാം. 1 എന്നാണ് ആൻസർ വരിക അല്ലെ. 3 മൈനസ് 2 1 എന്ന ആൻസർ കൊടുക്കുക. താഴെയും ലൈൻ കൊടുക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ആൻസർ കിട്ടി കഴിയുമ്പോ താഴെയും ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടുന്ന് 6 മൈനസ് 4 വരെയുള്ള പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് 6 മൈനസ് 4 വരെ 6 പ്രോബ്ലം ഉണ്ട് അല്ലേ. 6 മൈനസ് 4 ഉള്ള പ്രോബ്ലം കണ്ടോ? മനസ്സിലായില്ലേ മിസ് പറയുന്നത്? 6 മൈനസ് 4 വരെയുള്ള പ്രോബ്ലം അവിടെ ചെയ്യാം. മുഴുവൻ ചെയ്യണ്ട എന്നാ മിസ് പറഞ്ഞേ. മുഴുവൻ ചെയ്യുന്നവർക്ക് മുഴുവനും ചെയ്യാം. നിങ്ങൾക്ക് ഓവർലോഡ് ആകണ്ട എന്ന് കരുതിയാ മിസ് പറഞ്ഞേ മുഴുവൻ ചെയ്യണ്ടെന്ന്. കാരണം എന്താ, അതിന്റെ ബാക്കി നമുക്ക് ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. സോ 6 മൈനസ് 4 വരെയുള്ള പ്രോബ്ലം ചെയ്യുന്നവർ അത് ചെയ്യാം. ഇല്ല മുഴുവൻ ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മുഴുവൻ നോട്ട്ബുക്കിലേക്ക് ചെയ്യാം. ടെക്സ്റ്റിൽ മുഴുവൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോ എന്ത്, നെക്സ്റ്റ് കൊടുക്കാം. ബി എന്ന് സബ് ടൈറ്റിൽ കൊടുക്കാം. ഇതുപോലെ എ എന്ന് ക്രോസ് ഔട്ട് ആൻഡ് സബ്ട്രാക്ട് കൊടുത്ത പോലെ ബി എന്ന് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് ടു സബ്ട്രാക്ട് എന്ന് കൊടുക്കാം. അത് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇനി പറയുന്നതാണ്. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് എന്ന് ചെയ്തിട്ട് അതിൽ നിന്നും പ്രോബ്ലംസ് അവിടെ ചെയ്യാം നോട്ടില്. ഓക്കെ, നമുക്ക് ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് ടു സബ്ട്രാക്ട് നോക്കാം. എങ്ങനെയാണ് ലൈൻ വരച്ചിട്ട് ക്രോസ് ഔട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഇതൊക്കെ സബ്ട്രാക്ഷൻ മെത്തേഡ് ആണ്. എങ്ങനെ ചെയ്യുന്നതും സബ്ട്രാക്ഷൻസ് ആണ്. പക്ഷെ അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത് എന്നേ ഉള്ളൂ. മുഴുവൻ എന്താണ് ഇതിന്റെ എയിം, എന്താണ്, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. മുഴുവൻ നമ്മൾ എന്താണ്, മൈനസ് ചെയ്യാണ് അല്ലെ, നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ക്രോസ് ഔട്ട് ചെയ്തിട്ട് ലൈൻസ് വരച്ച് ക്രോസ് ഔട്ട് ചെയ്തിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ലുക്ക് അറ്റ് ഹിയർ. Two minus 1. ഇങ്ങനെ നമ്പേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് അല്ലെ. എന്ത്, ഇങ്ങനെ വേർട്ടിക്കൽ ആണെങ്കിലും നമ്മള് നമ്പേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാ, ഇപ്പൊ നമ്മൾ 2 ഇവിടെ എഴുതി, എന്നിട്ട് മൈനസ് നമ്മള് ഇവിടെ ഇട്ടു. കുറെ ദൂരെ കൊണ്ട് മൈനസ് ഇട്ടിട്ട്
1 എഴുതി, പിന്നെ ലൈൻ ഇട്ട് അതിന്റെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ആൻസർ എഴുതരുത്. ലൈക്ക് ദിസ്. ഇങ്ങനെ ഇതാ 2 - 1 എഴുതി, എന്നിട്ട് ഇതാ ലൈൻ കൊടുത്തു, എന്നിട്ട് ഇവിടെ അതിന്റെ ആൻസർ 1 എന്ന് ഇവിടെ ഒന്നും കൊടുക്കരുത്. ഇത് നല്ല ഓർഡറിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വേണം എഴുതാൻ. ഇതുപോലെ തന്നെ എഴുതി വെക്കരുത്. എങ്ങനെ എഴുതുക? കറക്റ്റ് നല്ല വൃത്തിയായിട്ട് നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് അടിയിൽ തന്നെ വരണം. എങ്ങനെയാണ്? ഫസ്റ്റ് 2 കൊടുക്കാം, ദെൻ താഴെ പോവുക, മൈനസ്. ആ 1 എവിടെ വരും? ഈ 2ന്റെ നേരെ താഴെ തന്നെയാണ് 1 വരേണ്ടത്. എവിടെയെങ്കിലും ഒന്നും എഴുതി വെക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യാം? 2 - 1 then answer. ലൈനൊക്കെ വരക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരക്കാം. മിസ് വരച്ചിട്ടുള്ളത് അത്ര ഭംഗിയില്ല, എന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരക്കാം. ഇങ്ങനെയാണ് ആൻസർ വരിക അല്ലെ? 2 - listen here. 2 - 1 = 1. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ലൈൻസ് വരച്ചിട്ട് ക്രോസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നുമില്ല, എന്താണ് നെക്സ്റ്റ് ഇതിന്റെ മുമ്പേ നമ്മൾ പഠിച്ചത് എന്താണ്? പിക്ചേഴ്സിനെ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു. ഇവിടെ എന്ത്? പിക്ചേഴ്സിന് പകരം ലൈൻസ് കൊടുക്കാം. എങ്ങനെയാ അപ്പൊ ഇത് എഴുതുക? എങ്ങനെ എഴുതുക? 2 ലൈൻസ് കൊടുക്കാം അല്ലെ? 2 ലൈൻസ് അവിടെ കൊടുക്കാം. One, 2 2 ലൈൻസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രോസ് ഔട്ട് ചെയ്യണം അല്ലെ? 2ൽ നിന്ന് 1 ആണ് മൈനസ് ചെയ്യേണ്ടത്. 1 ലൈൻ നമ്മൾ ഇവിടെ ക്രോസ് ഔട്ട് ചെയ്തു. ഇനി എത്രയുണ്ട്? 1. സോ ദ ആൻസർ ഈസ് 1. എത്ര നമ്പർ ആണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത്രയും നമ്പേഴ്സിന്റെ ലൈൻസ് കൊടുക്കുക. നെക്സ്റ്റ് വൺ 5 - 3 ആണ് അല്ലേ? നോക്കാം. 5 - 3. 5 - 3 2. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 5 ലൈൻസ് വരക്കാം. എല്ലാവരും ആ ലൈൻസ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മിസ് പറയുമ്പോ എന്ത് ചെയ്യാ? ക്രോസ് ഔട്ട് ചെയ്യുക കേട്ടോ. 1, 2, 3, 4, 5. നമ്മൾ എത്രയാണ് ഇതിൽ നിന്ന് ക്രോസ് ഔട്ട് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് മൈനസ് ചെയ്യേണ്ടത് 3 ആണല്ലേ? സോ നമ്മൾ 3 ഇവിടുന്ന് എന്ത് ചെയ്യാം? ക്രോസ് ഔട്ട് ചെയ്യുക. 1, 2, 3. ബാക്കി എത്രയാണ്? 2 ആണല്ലേ? 2 ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്. ജസ്റ്റ് നെക്സ്റ്റ് ആദ്യം നമ്മൾ പഠിച്ചത് പിക്ചേഴ്സ് ആയിരുന്നു. ഇവിടെ ലൈൻസ് വരച്ചിട്ട് അതിനെ ക്രോസ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സിമ്പിൾ ആണ് ഇതൊക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്.
അതുപോലെ ടെക്സ്റ്റില് സോറി നോട്ട്ബുക്കില് ഡ്രോ ലൈൻസ് ആൻഡ് ക്രോസ് ഔട്ട് ടു സബ്ട്രാക്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ്, ആദ്യമുള്ള കുറച്ച് പ്രോബ്ലം എന്ത് ചെയ്യുക, ലൈൻ വരച്ചിട്ട് 2 - 1 to 7 - 4 വരെയുള്ള 6 പ്രോബ്ലംസ് അവരവിടെ എന്ത് തന്നിട്ടുണ്ട്, ലൈൻസ് തന്നിട്ടുള്ള ആ 6 പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് വരക്കുക, ആൻസർ ചെയ്യാം. ഓക്കെ, ക്രോസ് ഔട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. ബാക്കി ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് അവിടെ ലൈൻ വരക്കാൻ കൂടെ ഉണ്ട്, ലൈൻ തന്നിട്ടില്ല, ലൈൻ വരച്ച് ക്രോസ് ഔട്ട് ചെയ്ത് ആൻസർ ഫൗണ്ട് ചെയ്തിട്ട് മിസ്സിന് നോട്ടും ടെക്സ്റ്റും രണ്ടും മിസ്സിന് സെൻഡ് ചെയ്ത് തരിക, രണ്ടും ഫില്ല് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരിക, രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇന്നും നാളെ ആയിട്ട് മിസ്സിന് എന്ത് ചെയ്യുക, ഹോംവർക്ക് മുഴുവൻ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. കേട്ടോ? ഓക്കെ, ദെൻ കുറച്ച് പേജസ് കൂടെ കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ് അപ് ടു 100 ആണ് നെക്സ്റ്റ് പോർഷൻ. കുറച്ചുകൂടെ ഉള്ളൂ. പിന്നെ കുറെയൊക്കെ ലാബ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇതിലുള്ളത്, തന്നിട്ടുള്ളത്. സോ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ആദ്യം എന്താണ്, നമ്പേഴ്സ് അപ് ടു 100-ല് ആദ്യമൊക്കെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ആദ്യമൊക്കെ വളരെ കൗണ്ട് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ളതാണ്. കൗണ്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇത് രണ്ടും മിസ് പറഞ്ഞിട്ടുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പേജ് എടുക്കാം. പേജ് നമ്പർ 140, സോറി 114, 140. Then ആ പ്രോബ്ലം എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്തേ. Subtract 1 from each number and write the answers. Subtract 2 from each numbers and write the answers. Subtract 4 from each numbers and write the answers. കണ്ടോ? 1, 2, 4 ഈ നമ്പേഴ്സിൽ നിന്നൊക്കെ 1 ആദ്യത്തെ റെഡ് ബോക്സിലുള്ളതിൽ നിന്ന് മുഴുവൻ 1 മൈനസ് ചെയ്യാം ആ നമ്പേഴ്സിൽ നിന്ന്. നെക്സ്റ്റ് ഗ്രീനിൽ നിന്ന് എന്ത് ചെയ്യാം, 2 മൈനസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതുക. 1 - 1 0, 2 - 1 1, 6 - 1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സബ്ട്രാക്ടിങ് 1 from a number. ഓക്കെ, പെട്ടെന്ന് ചെയ്തേ. ഏഞ്ചലേ ചെയ്യുന്നില്ലേ? ഏഞ്ചൽ ഇനി ഷാറ്റ് മിസ്സിനോട് പറയണേ 3 ബോക്സും ചെയ്യുക കേട്ടോ.
ഫിനിഷ് ചെയ്തോ? ചെയ്തിട്ട് മിസ്സിനോട് പറയണേ, പെട്ടെന്ന് ചെയ്യണേ. ആദ്യത്തേതിന്ന് മുഴുവൻ 1 മൈനസ് ചെയ്യാ. സെക്കൻഡ് വൺ 2, ലാസ്റ്റ് വൺ 4. കഴിഞ്ഞു മക്കളെ? ആരോമല കഴിഞ്ഞു മോനെ? ഭവിക, കുറെ പേര് കഴിഞ്ഞു. യെസ്. ഓക്കെ, ലിസൺ. ഇഷ കഴിഞ്ഞില്ലേ മോനെ? യെസ്. ഓക്കെ, ലിസൺ. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. 1 മിനിറ്റേ ഉള്ളൂ. ലിസൺ ചെയ്യാ. ആദ്യത്തത് സബ്ട്രാക്ട് 1 ആണ്. 1 മൈനസ് 1 0, 2 മൈനസ് 1 1, 6 മൈനസ് 1 5, 8 minus 1 7, 3 minus 1 2, and 9 minus 1 8, and 7 minus 1 6. Correct alle? Correct alle? Okay. Then subtract 2 ആണ് next one. 2 minus 2 0, 7 minus 2 5, 5 minus 2 3, 9 minus 2 എത്രയാണ്? 9 minus 2 7. Okay. Then 3 minus 2 1, 8 minus 2 6, 4 minus 2 2. Okay. Answers ഒന്ന് correct ആണോ നോക്കണേ. Then subtract 4 ആണ്. 8 minus 4 4, 4 minus 4 0, 7 minus 4 3, 9 minus 4 6, 6 minus 4 2, 5 minus 4 1, and 10 minus 4 6. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ?